ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, അത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഫുഡൊക്കെ കണ്ടു. എല്ലാവരും വയറൊക്കെ നിറഞ്ഞു വിശ്വസിക്കുന്നു. എൻ്റെയും വയറും മനസ്സൊക്കെ നിറഞ്ഞു. ഇനി ഞാൻ ഈ കോട്ടയ്ക്കിൽ വന്നതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബ്രിസ്ക്കറ്റ് കഴിക്കാനായിട്ടാണ്. 16 മണിക്കൂർ ആണ് ഈ ഒരു ബ്രിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ടൈം, പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ടൈം അവരെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ സായി ചേട്ടനും കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് കാണാനും അത് ടേസ്റ്റ് ചെയ്യാനും. അപ്പോൾ നിങ്ങളും കൂടി വാ, കമോൺ. റെഡിയല്ലേ? അപ്പൊ ഞങ്ങള് ഈ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചി കോട്ടക്കൽ ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ട. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുറെ നേരം വെയിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഏകദേശം ഞങ്ങൾ റെഡിയാണ്. ഓക്കെ, yes, ready, 1 2 3 yeah, nana എത്രയോ മണിക്കൂറുകൾ കൊണ്ട് പ്രിപ്പയർ ചെയ്ത 16 മണിക്കൂർ ഇതിനകത്തിട്ട് കുടിച്ച് സെറ്റാക്കിയ റൈറ്റാണ്. മോനെ ഫൈനലി മറ്റേ ഷെഫിന് നല്ല ഭാഗ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് ഏത് ഫുഡ് ഉണ്ടാക്കിയാലും അത് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും. ഇന്നും തമ്മിലേക്ക് ഒളിച്ചു പോയി ടെസ്റ്റ് ചെയ്യാറുണ്ട്. വീഡിയോ എടുക്കണം. ഞാൻ വീഡിയോയിലെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചു പറഞ്ഞു. ഒന്ന് ടേസ്റ്റ് നേരത്തെ ഒരു ഫാറ്റിന് കിട്ടുന്നു. അപ്പോൾ ഈ ഭാഗത്തുള്ള വോയിസ് കട്ട് ചെയ്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവർ മ്യൂസിക് പ്ലേ ചെയ്തപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമെന്ന് പിടിച്ചിട്ടാണ് നമ്മളപ്പോൾ ഇവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ സീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഷെഫ് അപ്പോൾ വളരെ ഡെക്കറേറ്റീവായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ബ്രിസ്ക്കറ്റ് ഒന്ന് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ബ്രെഡും, അത് ഷെഫ് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അത് എപ്പോഴും എല്ലായിടത്തും കിട്ടുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ബ്രെഡല്ല,
അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് എനിക്കും സായിക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഷെഫ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വളരെ വൃത്തിക്ക് തന്നെ അത് എങ്ങനെ കഴിക്കണം എന്നും കൂടി ഷെഫ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറയണ്ട. Guys, kombucha. Amman returned back. Yes, everybody, kombucha. Self-fermentation drink, must try. Okay. Passion fruit and original. This is original. ഇത് രണ്ടും ഒറിജിനൽ വൈറ്റ് വേണം. ആദ്യം ഇതിന് മാത്രം ഉണ്ടായിരുന്നു. 15 days മാത്രം ഞാൻ ഈ ബ്രെഡൊക്കെ ഒരെണ്ണം മുഴുവൻ ഫസ്റ്റ് ബട്ടർ ഇത് പ്രഗ്നൻ്റ് ഇഷ്ടമല്ല. സെയിം മക്കളാണ്. അപ്പോൾ ഗൈസ് കുറേ നാൾ കാത്തിരുന്ന ഞങ്ങളുടെ സ്മോക്ക് ബിസ്ക്കറ്റ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്ത ഷെഫാണ് ഷെഫ് വിനോദ് വരശ്ശേരി. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഈവൻ പേസ്ട്രീസ് ആണെങ്കിലും അമ്പാൻ ഈ കഫേയുടെ ഓളിനോളാണ്. എന്തുണ്ടെങ്കിലും നിങ്ങളിവിടെ വന്നിട്ട് അമ്പാനെ എന്ന് ഉറക്കി വിളിച്ചാൽ ചാടിത്തുള്ളി വന്ന് നമുക്ക് എന്താണോ വേണ്ടത് അതൊക്കെ സെറ്റാക്കി തരും. അല്ലേ അമ്പാൻ? ഓക്കെ അല്ലേ? ബയോളജിക്കൽ നെയിം ഈസ് റിയാസ് മുഹമ്മദ് ബഫൂരി. ഓക്കെ. അപ്പോൾ അമ്പാൻ താങ്ക് യു സോ മച്ച്. ഭയങ്കര സർവീസ് ആയിരുന്നു കേട്ടോ. അമ്മാൻ്റെ ആ കാര്യത്തിലൊന്നും പറയില്ല. അടിപൊളി. താങ്ക് യു അമ്പാൻ. ഓക്കെ, എല്ലാവരും കോഫിയായിട്ട് വരിക, ബിസ്ക്കറ്റ് ട്രൈ ചെയ്ത് 16 hours സ്ലോ കുക്കിംഗ് പ്രോസസ്സാണ്. നമ്മൾ ബീഫിന് മുമ്പ് മെയിനായി പാടിച്ചത് അതൊരു പാട്ടാണ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത്. ടഫസ്റ്റ് പാട്ടാണ്, ഹാർഡായിട്ട് പാട്ടാണ്. നമ്മൾ സ്ലോ കുക്ക് ചെയ്തിട്ട് നമ്മൾ സോഫ്റ്റാക്കി എടുക്കുന്നതാണ് നമ്മുടെ സ്മോക്ക് ബിസ്ക്കറ്റ് പ്രോസസ്സ്. അങ്ങനെ എല്ലാവരും ചെയ്യുക, കോഫിയോട് ട്രൈ ചെയ്യുക. തീർച്ചയായും ഒരു ദിവസം ഷെഫിനെ കൊണ്ട് കൊച്ചിയിൽ വരുന്നുണ്ട്. ഒരു ഔട്ട്ലെറ്റൊക്കെ നോക്കി സെറ്റാക്കണം. കൊച്ചിയിൽ ശരിക്കും ഇവിടുത്തെ ഫുഡ് പ്രൊഡക്ട്സ് എല്ലാം അടിപൊളിയാണ്. അപ്പോൾ കൊച്ചിയിലും ഒരു ഔട്ട്ലെറ്റ് വേണമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഷെഫ് കൊച്ചിയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.